സർ, ഇറാൻ സംഘർഷം കൂടുതൽ കനക്കുന്നു എന്ന് വേണം കരുതാൻ. യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം വളരെ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയും ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പലർക്കും ശരിയായ രീതിയിലല്ല ലഭിക്കുന്നത് എന്ന് തോന്നുന്നു. പല മാധ്യമങ്ങളിലും ഊഹാപോഹങ്ങളാണ് കൂടുതലും വരുന്നത്. നാളെ ഇങ്ങനെ സംഭവിച്ചേക്കാം, മറ്റന്നാൾ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നത് മാത്രമാണ്. പക്ഷേ ഇന്ന് എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്തിനാണ് കൂടുതൽ ഒരു സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഇറാൻ ഏത് മേഖലയെ ലക്ഷ്യം വെച്ചേക്കാം, അല്ലെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഇതിന് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ സംഭരണം, അല്ലെങ്കിൽ എണ്ണയുടെ കാര്യത്തിൽ ഇറാനും അമേരിക്കയും ഒക്കെ എടുക്കുന്ന നിലപാട്, അങ്ങനെ ജനങ്ങൾക്ക് പൊതുവെ അറിയേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഇന്ന് എനിക്ക് വിനോദ് സാറിനോടുള്ളത്. സാർ എങ്ങനെയാണ് ഈ ഇറാൻ യുദ്ധത്തെ ഏറ്റവും ഒടുവിൽ സാർ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇതിന്റെ ഒരു ഏറ്റവും ഒടുവിലുള്ള ഒരു അപ്ഡേഷൻ എന്താണ്? നീതു, ഇതിനകത്ത് യുദ്ധത്തെ സംബന്ധിച്ച വാർത്തകൾ മിസ്ഇൻഫോർമേഷൻ ആൻഡ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ഇൻഫോർമേഷൻ നൽകുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്തെ ഒരു സ്ട്രാറ്റജിക് വാർഫെയറിന്റെ ഒരു വളരെ പ്രസക്തമായ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന വാർത്തകൾ, അമേരിക്ക പറയുന്ന വാർത്തകൾ, ഇസ്രായേൽ പറയുന്ന വാർത്തകൾ, ഇതൊന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ, അവിടെ നടക്കുന്ന ഡിസ്ട്രക്ഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ നാശങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ പുറത്തു വിടുന്നതിന് സോഷ്യൽ മീഡിയയിൽ പോലും വളരെ കർശനമായ നിയന്ത്രണം. അമേരിക്കയിലെ ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും അവരെ നേരിട്ട് ബാധിക്കാത്തതുകൊണ്ടും അത് വേറൊരു തരത്തിലാണ്. ഗൾഫ് നാടുകളിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 17 മലയാളികൾ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെയും പലരും അറസ്റ്റിന്റെ വക്കിലാണ് എന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.